ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ചുരിദാറിൻ്റെ ടോപ്പാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു ഹക്കോബയുടെ മെറ്റീരിയലാണ്. ഇപ്പോൾ ഒരു കസ്റ്റമർ കൊണ്ടു തന്ന മെറ്റീരിയലാട്ടോ. അപ്പോൾ ഒരു ഫ്ലോറൽ ഹക്കോബയാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് ഉണ്ടോ, റെഡ് കളറാണ് ഇതിൻ്റെ ആ ഫ്ലവേഴ്സിനൊക്കെ വരുന്നത്. അപ്പോൾ രണ്ടിൻ്റെ അതെ കേട്ടോ, രണ്ടിൻ്റെ ഫ്ലവേഴ്സ് റെഡ് കളറാണ്. അപ്പം നമുക്ക് ചുവപ്പ് കളറുള്ള പാൻറ്റും ഷോളും മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടിനും സ്യൂട്ടാവും. അപ്പം ഞാനിവിടെ ഒന്നിൻ്റെ പീസ് എടുത്തിട്ട് ഇപ്പുറം യോക്ക് വയ്ക്കും. അതുപോലെ തന്നെ ഈ ക്രീം കളറിൻ്റെ എടുത്ത് ആ ഒരു ഗ്രീൻ കളറിനും യോക്ക് പോലെ വയ്ക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളിവിടെ ഫസ്റ്റിൽ ഈ ഒരു കളറ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഗ്രീൻ കളറ് വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു മെറ്റീരിയലാട്ടോ ഇത്. അപ്പോൾ ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റിൽ നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഏത് ടോപ്പ് തയ്ക്കാനാണെങ്കിലും ആദ്യം നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്യുക, അതിന് ശേഷം മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യുക. കാരണം എന്തെങ്കിലും തെറ്റിപ്പോവുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈനിങ് മാത്രം മാറ്റിയാൽ മതിയല്ലോ, മെയിൻ പീസ് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം ലൈനിങ്ങിൽ കട്ട് ചെയ്യുക. അപ്പോൾ ലൈനിങ് ഞാനെടുത്ത് ഫോൾഡഡ് സൈഡ് താഴെ വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ താഴേക്ക് ഫോൾഡഡ് സൈഡ് വെച്ചേക്കണത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആ ഒരു പീസ് അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമ്മൾ ഫുൾ ലെങ്ത് എടുത്തിട്ട് ബാക്കി നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്യുമല്ലോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നേരെയുള്ളൊരു പീസ് കിട്ടും. അതായത് രണ്ട് പീസ് കിട്ടില്ല എന്നർത്ഥം. ഇപ്പോൾ ഈ ഒരു സൈഡ്, ഈ മുകളിലേക്ക് ഇരിക്കുന്ന സൈഡ് ഞാൻ താഴേക്ക് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് കഷ്ണങ്ങളായിട്ടല്ലേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നിനും തികയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ. അപ്പം നമുക്കിപ്പോൾ 36 ചെസ്റ്റ് അളവുള്ള ഒരാളുടെ, അതായത് ഒരു എക്സൽ സൈസുള്ള ഒരു ടോപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു 90% ആൾക്കാർക്കും ഈ 36 ചെസ്റ്റ് അളവുള്ള ആൾക്കാരാണ് നമ്മൾ നോക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ അളവുകളൊക്കെ ഹിപ്പിൻ്റെ സൈസായാലും അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ സൈസായാലും സ്ലീവായാലും എല്ലാം തന്നെ ഏകദേശം ഒരളവാണ്. അപ്പം നമുക്കൊരു 36 ചെസ്റ്റിൻ്റെ അളവ് മാത്രം കിട്ടുവാണെങ്കിൽ നമുക്ക് ചെസ്റ്റിൻ്റെ അളവും അതുപോലെ തന്നെ ഫുൾ ലെങ്തും കിട്ടുവാണെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ടോപ്പ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് വേണ്ടത് 47 ഇഞ്ച് ലെങ്ത്താണ്. ഞാനപ്പോൾ അതിൽ നിന്ന് 2 ഇഞ്ച് കുറച്ച് 45 മാർക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇപ്പോൾ കണ്ടോ, ഈ ഒരു പീസ് കണ്ടില്ലേ, നമുക്കിങ്ങനെ നേരെയുള്ള പീസ് കിട്ടിയില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഫോൾഡഡ് സൈഡ് താഴേക്കിട്ടത്. അല്ലെങ്കിൽ നമുക്ക് രണ്ട് കഷ്ണങ്ങളായിട്ടല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഇത് എന്തിനേലും നമുക്ക് എടുക്കാമല്ലോ, നെക്കിനോ എന്തിനേലുമൊക്കെ വെക്കാനായിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങളും കട്ട് ചെയ്യുമ്പോൾ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലെ നെക്കും അതുപോലെ തന്നെ ഷോൾഡറും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ക്യാൻവാസ് വെച്ച് ചെയ്യുന്നത് കൊണ്ട് നെക്ക് കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നെക്കിൻ്റെ ആ ഒരു മാർക്കിങ് മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ. നെക്ക് നമ്മൾ ക്യാൻവാസിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഒരു വേറെ ടൈപ്പ് നെക്കാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ നെക്ക് മാർക്ക് ചെയ്യുന്നത് ഒരു 3.25 ഇഞ്ച് നെക്കൊന്ന് മാർക്ക് ചെയ്യാം നമുക്ക്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3.25 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 3.25 ഇഞ്ച്, കുറച്ച് വണ്ണമൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്കൊരു 3.5 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3.25 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഒരു 3.5 ഇഞ്ചോളം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. അപ്പോൾ 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് പോവും, പിന്നെ 3 ഇഞ്ച് കിട്ടും. അപ്പോൾ ഒരു 3.5 ഇഞ്ച് ഷോൾഡറും 3.25 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി താഴേക്ക് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. ആം ഹോൾ ഞാനൊരു 6.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. 6.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് എത്രയാണ്, 36 അല്ലേ, 36ൻ്റെ 4/1 എന്ന് പറയുമ്പോൾ എത്രയാണ്, 9 ഇഞ്ച് വരും. 9 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് ലൂസാണ് കൂട്ടുന്നത്, തയ്യൽ തുമ്പല്ല കേട്ടോ, ലൂസ്. അപ്പോൾ 9 + 1.5 എന്ന് പറയുമ്പോൾ 10.5 ഇഞ്ചാണ് നമുക്കവിടെ മാർക്ക് ചെയ്യേണ്ടത്. അതായത് ചെസ്റ്റിൻ്റെ ആ ഒരു ലൈന് കണ്ടില്ലേ, അവിടെ നമുക്ക് 10.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. 10.5 ഇഞ്ച് ഒരു സൈഡിലും അപ്പുറത്തെ സൈഡിലും 10.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ 21 ഇഞ്ചാവും. ഞാനിപ്പോൾ ഈ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യണം കാരണം ഞാൻ ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടി ഒരു 11 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തിനാ അത്രയും 1/2 ഇഞ്ചും കൂടെ കൂട്ടണേന്ന് ഓർക്കും. പക്ഷേ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നോക്കിയോ, കറക്റ്റായി 21 ഇഞ്ച് മാത്രമേ അവിടെ കാണുകയുള്ളൂ. കറക്റ്റായിരിക്കും, 21 ഇഞ്ചിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു
10.5 ഇഞ്ച് പ്ലസ് അര ഇഞ്ച്, അതായത് ഒരു 11 ഇഞ്ച് ഞാനവിടെ മാർക്ക് ചെയ്യാം. എക്സ്ട്രാ ഒരു അര ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 10.5 ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ അളവ്, പ്ലസ് അര ഇഞ്ചും കൂടെ കൂട്ടി ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ വേസ്റ്റില്ലേ, നമ്മുടെ ഷേപ്പ് വരുന്ന ഭാഗം, ആ ഷേപ്പ് വരുന്ന ഭാഗത്തിൻ്റെ വണ്ണം എന്ന് പറഞ്ഞാൽ ടേപ്പ് വട്ടം പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് 32 ഇഞ്ചാണ് വരുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ അതിൻ്റെ 4/1 കാണുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 8 ഇഞ്ച് കിട്ടും. 8ൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പല്ല ലൂസ് കൂട്ടും. അപ്പോൾ എത്രയായി? 8 + 1.5 9.5 ഇഞ്ചായി. അപ്പം നമ്മളവിടെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്യും. അത് ഏറ്റവും മുകളിൽ നിന്ന് ഒരു 14 ഇഞ്ച് താഴെയാണ് ഷേപ്പ് വരുന്നത്. ആ ഷേപ്പ് വരുന്ന ഭാഗത്ത് നമ്മളൊരു 9.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ മാർക്ക് ചെയ്തത് 9.5 ഇഞ്ചാണ്. ഇനി നമുക്ക് വേണ്ടത് ഏറ്റവും മുകളിൽ നിന്ന് ഷോൾഡറിൽ നിന്ന് നമുക്ക് സ്ലിറ്റിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. സ്ലിറ്റിൻ്റെ ലെങ്ത്ത് 21 ഇഞ്ചിലാണ് നമ്മുടെ സ്ലിറ്റ് ഓപ്പണിംഗ് വരുന്നത്. അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. അതിന് ശേഷം അവിടുത്തെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 21 ഇഞ്ചാണ്. അതായത് പകുതി എന്ന് പറയുമ്പോൾ 10.5 ഇഞ്ച്. അപ്പോൾ ചെസ്റ്റ് നമ്മൾ 10.5 + അര അടയാളപ്പെടുത്തി. വേസ്റ്റ് നമ്മൾ 9.5 അടയാളപ്പെടുത്തി. അതുപോലെ തന്നെ ഹിപ്പിൻ്റെ അളവ്, അതായത് സ്ലിറ്റിൻ്റെ അവിടുത്തെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 10.5 അടയാളപ്പെടുത്തി. ആ സ്ലിറ്റിൻ്റെ അവിടെ നമുക്ക് കറക്റ്റ് 10.5 മാർക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ 3 പോയിൻറ്റുകളും കൂടെ ഒന്ന് യോജിപ്പിച്ച് വരച്ചു. അതിന് ശേഷം നമുക്ക് ആ ഹിപ്പിൻ്റെ അവിടുത്തെ ആ 10.5 ഇല്ലേ, ആ നേരെ താഴെ വേണമെങ്കിൽ ആ 10.5 അവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഒരു അര ഇഞ്ചും കൂടെ കൂട്ടി ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സ്ലിറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വരും. വണ്ണം കുറവുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഹിപ്പിൻ്റെ അവിടെ വണ്ണം കുറവുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് താഴെ ഒരു 11 ഇഞ്ച് എടുത്തു കൊടുക്കാം. ഞാൻ ആ 11 ഇഞ്ചിൽ അവിടെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് വരയ്ക്കുന്നുണ്ട്. ഇനി ഒരു 1.5 ഇഞ്ച് നമുക്കവിടെ തയ്യൽ തുമ്പ് കൊടുക്കാം. മുകളിലും 1.5 ഇഞ്ച്, അതുപോലെ തന്നെ നടുഭാഗത്തും 1.5 ഇഞ്ച്. പിന്നെ സ്ലിറ്റിൻ്റെ അവിടെ വരുമ്പോൾ നമുക്ക് 1 ഇഞ്ച് കൊടുത്താൽ മതി കേട്ടോ. കറക്റ്റ് ആ 1 ഇഞ്ചിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് മുട്ടിച്ചതിന് ശേഷം നേരെ താഴേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. നമ്മൾ ആ ഹിപ്പിൻ്റെ അവിടം വരെ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഏറ്റവും ലാസ്റ്റ് ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്ത് സ്ലിറ്റ് വെട്ടുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ താഴെ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല, നമുക്ക് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാം ലാസ്റ്റ്. അപ്പോൾ ഈ ഒരളവിലാണ് നമ്മുടെ ചുരിദാറിൻ്റെ കട്ടിങ് വരുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അരമണിക്കൂർ പോലും വേണ്ട. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് വെച്ചിട്ട് വേണം നമുക്ക് മെയിൻ പീസ് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇതിന് മുമ്പ് നമ്മളിട്ട വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. ഒരുപാട് മെസ്സേജുകൾ കമൻറ്റുകളൊക്കെ വന്നിരുന്നു. ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ മെയിൻ ക്ലോത്ത് എടുത്തിട്ട് 2ആയിട്ട് മടക്കിയിട്ടേക്കും കേട്ടോ. നമുക്ക് ആദ്യം ആ ഒരു ലൈനിങ് പീസ് വെച്ച് കട്ട് ചെയ്യണതിന് മുമ്പ് നമുക്ക് ആ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. എനിക്ക് വേണ്ടത് 47 ഇഞ്ചാണ്. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി 48.5 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു 2.5 മീറ്റർ തുണിയാണ് കേട്ടോ. 2.5 മീറ്റർ തുണി ഉണ്ടെങ്കിൽ നമുക്ക് 47 ഇഞ്ച് അല്ലെങ്കിൽ 48 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. താഴേക്ക് അധികം തയ്യൽ തുമ്പൊന്നുമില്ല. ഞാനിപ്പോൾ ഈ തുണി 2ആയിട്ട് മടക്കി ഇട്ടേക്കണതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 14 ഇഞ്ചാണ്. ഇങ്ങനെ മടക്കി ഇടുവാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൈഡിൽ നിന്ന് എന്ത് ചെയ്യാം, സ്ലീവ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ മടക്കിയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് 2ആയിട്ട് മടക്കിയിട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പീസുകളെ കിട്ടുള്ളൂ. സ്ലീവിനൊക്കെ നമ്മൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇതാകുമ്പോൾ നമുക്ക് ജോയിൻ ചെയ്യേണ്ടി വരും. എന്നാലും അത് ഞാൻ പറഞ്ഞു തരാം. ജോയിൻ ചെയ്താലും നമുക്ക് നീറ്റായിട്ട് സ്ലീവ് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ തുണി വയ്ക്കുക. ഞാനിപ്പോൾ മെയിൻ ക്ലോത്ത് 2ആയിട്ടൊന്ന് മടക്കിയിട്ടുണ്ട്. ആവശ്യത്തിന് വിഡ്ത്തിൽ ഒരു 14 ഇഞ്ച് വിഡ്ത്തിലൊന്ന് മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ ഈ ഒരു ലൈനിങ് കട്ട് ചെയ്ത് വെച്ചേക്കണം. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ സെറ്റായിട്ടൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് തുണിയൊക്കെ വളരെ കുറച്ചേ കാണുള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ വെട്ടണം. എന്നാലാണ് നമുക്ക് സ്ലീവൊക്കെ കിട്ടുള്ളൂ. ജോയിൻ ചെയ്യാതെയൊക്കെ കുറച്ച് ജോയിനിങ് ഒക്കെ വരും, എന്നാലും അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ടോപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഫോൾഡഡ് സൈഡാണല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടോപ്പിൻ്റെ കട്ടിംഗ് എന്ന് പറഞ്ഞാൽ. ഇനി സ്ലീവും കൂടെ നമുക്ക് കട്ട് ചെയ്യണം. ഇതിൻ്റെ ലൈനിങ്ങും ഞാനൊന്ന് അവിടെ നിന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ കട്ടിങ് മാത്രമേ ഇന്നത്തെ വീഡിയോയിലുള്ളൂ. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിന് എന്തായാലും മുകളിൽ ജോയിൻറ്റ് വരും. കാരണം നമുക്ക് തുണി അത്രേ അല്ലേ ഉള്ളൂ, തുണിക്ക് വീതി അധികം ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്കൊരു മാക്സിമം പോയാൽ ഒരു 15 ഇഞ്ച് ലെങ്ത്ത് വരെ മുകളിൽ ജോയിൻ്റ് ഇല്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും സ്ലീവിൻ്റെ ലെങ്ത്ത്. അല്ലെങ്കിൽ നമുക്ക് ഇതൊരു 17 ഇഞ്ച് നമുക്ക് ലെങ്ത്ത് വേണം. അതുകൊണ്ട് നമുക്ക് മുകളിൽ എന്തായാലും ജോയിൻറ്റ് വരും. ജോയിൻറ്റ് വന്നു എന്ന് ഓർത്തുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പം ചിലർക്കത് ഇഷ്ടപ്പെടില്ല ജോയിൻറ്റ് വരുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അല്ലാണ്ട് സ്റ്റിച്ച് ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ തുണി നമുക്ക് കിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ. അതാണ് ഇപ്പോൾ നിങ്ങളുടെ പല ചുരിദാറിലും ഇതുപോലെ സ്ലീവിൽ മുകളിൽ ജോയിൻറ്റ് വരുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് തുണി തികയാത്തതുകൊണ്ട് തന്നെയാണ്, കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കതിൻ്റെ ലെങ്ത്ത് ഒന്ന് നോക്കാം. എനിക്ക് വേണ്ടത് 17 ഇഞ്ചാണ്. അപ്പോൾ ആ 17 ഇഞ്ചിലേക്ക് ഞാനൊന്ന് മടക്കി വയ്ക്കുകയാണ്. കുറച്ച് കൂടുതൽ നീളമുണ്ട്, അപ്പോൾ അത്രയും വേണ്ട നമുക്ക്. ആ 17 ഇഞ്ച് ലെങ്ത്ത് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി 18.5 മടക്കി വയ്ക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. 18.5 മടക്കി വയ്ക്കുക. 17 ഇഞ്ച് നമുക്ക് വേണം, പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പോടെ ഇട്ട് 18.5 മടക്കി വെച്ചിട്ട് നമുക്ക് അത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കി ഒരു ചെറിയ പീസ് കേട്ടോ അത്. അപ്പോൾ അത് നമുക്ക് വേറെ എന്തിനേലുമൊക്കെ എടുക്കാമല്ലോ. നമുക്കെപ്പോഴും ഫുള്ളായിട്ട് ജോയിൻറ്റുകളൊന്നും ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാനാണ് എളുപ്പം. പക്ഷേ ഇത് തികയില്ലെങ്കിൽ നമുക്ക് വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് സ്ലീവിൻ്റെ റൗണ്ടാണ്. സ്ലീവ് റൗണ്ട് എന്ന് പറയും, ആം ഹോൾ റൗണ്ട്. സ്ലീവ് റൗണ്ട് അല്ല കേട്ടോ, ആം ഹോൾ റൗണ്ട് വേണം. അപ്പോൾ എനിക്ക് അളന്ന് നോക്കിയപ്പോൾ കിട്ടിയത് 10 പിന്നെ തയ്യൽ തുമ്പ് അവിടെ എക്സ്ട്രാ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് 10 ആം ഹോൾ റൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുണിയുടെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 9 ഇഞ്ചെങ്കിലും വേണം. പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 11 ഇഞ്ചെങ്കിലും ലെങ്ത്ത് വേണം. അപ്പോൾ ഞാനിവിടെ 9 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് മുകളിൽ ഒരു 1/2 ഇഞ്ച് ഒന്ന് വിടുന്നുണ്ട്. കാരണം അത് ജോയിൻ ചെയ്യാനുള്ളതാണ് കേട്ടോ. അത് 2 പീസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ 9 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് 10 ആം ഹോൾ റൗണ്ട് കിട്ടിയെങ്കിൽ നമ്മൾ 9 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 9 ഇഞ്ചിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത്, സ്ലീവിൻ്റെ ഷേപ്പ് നിങ്ങൾക്കറിയാലോ, ഒരു എസിൻ്റെ ഷേപ്പാണ്. ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. ആ ഒരു 3.5ലേക്ക് ജോയിൻ ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ ഓപ്പണിംഗ് വരുന്നത് 5.5 ഇഞ്ചാണ്. അവിടെയും നമ്മൾ 1/2 ഇഞ്ച് മുകളിൽ നിന്ന് വിടണം കേട്ടോ. മുകളിൽ ജോയിൻറ്റ് വരും, അതുകൊണ്ടാണ് 5.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ താഴെ ആ 3.5 ഇഞ്ചിൽ നിന്ന് ആ 5.5 ഇഞ്ചിലേക്ക് ഒന്ന് വരയ്ക്കുക. പിന്നെ താഴേക്ക്, അതിൻ്റെ താഴേക്ക് നമുക്ക് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. ഞാനിപ്പോൾ ഒന്ന് അളന്ന് നോക്കുക കേട്ടോ, ഒരു 10 ഇഞ്ച് കിട്ടുന്നുണ്ടോയെന്ന്. അപ്പോൾ സ്ലീവിൻ്റെ റൗണ്ട് കറക്റ്റ് 10 ഇഞ്ചായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, 10 ഇഞ്ചാണ് ആം ഹോൾ റൗണ്ടെങ്കിൽ നമ്മൾ 9 ഇഞ്ച് എടുത്താൽ മതി. പിന്നീട് ഒരു 1.5 ഇഞ്ച് ഞാനവിടെ തയ്യൽ തുമ്പ് താഴേക്ക് ഇട്ടിട്ടുണ്ട്. 1.5 ഇഞ്ച് ഉണ്ട് കേട്ടോ കറക്റ്റ്. അത് മതി. നമ്മൾ 1.5 ഇഞ്ചാണല്ലോ തയ്യൽ തുമ്പ് കുർത്തിയിൽ കൊടുത്തത്, അപ്പോൾ അത്രയും തന്നെ ഇവിടെ ഇട്ടാൽ മതി. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ഫ്ലോറൽ പ്രിൻ്റൊക്കെ ഏതെങ്കിലും ഡിസൈനൊക്കെ വെട്ടുമ്പോൾ ഇത് സ്ലീവ് അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിഞ്ഞ് പോകണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ വെട്ടാനായിട്ട്, തുണി ഇടുമ്പോൾ. ഇതിപ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കുന്ന കാരണമാണ് ഞാൻ ഒരുമിച്ചിട്ട് വെട്ടിയത്. അപ്പോൾ ഇതെല്ലാം 4 പീസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ 2 പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക. നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുക. എങ്കിലാണ് നമുക്ക് സ്ലീവ് തയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആദ്യം നമ്മൾ ആ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കണം, എന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കട്ടിങ്ങിൻ്റെ വീഡിയോ. ഇനി നമുക്ക് ഇതിൻ്റെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യണതും കട്ട് ചെയ്യണതും ഒക്കെ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.